നമസ്കാരം. മാസപ്പടി കേസിൽ മുഹമ്മദ് റിയാസിനെ ഇഡി ചോദ്യം ചെയ്യുമോ? ഉച്ചവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളിൽ പ്രതിരോധം തീർക്കാൻ CPM. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തിക്കാൻ ശ്രമമെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും MV ഗോവിന്ദൻ. നിയമവിരുദ്ധമായി ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും ഇഡിയെ ഭയന്നോടില്ലെന്നും റിയാസ്. ഉന്നതിയോടുകൂടിയും നല്ല രീതിയിലും പാലായുടെ പഴയ പ്രൗഢി ഒന്നും കൂടെ എടുക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം മായ രാഹുൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ. ഭരണം തിരിച്ചുപിടിച്ച ഇടതുമുന്നണി. 26-അംഗ കൗൺസിലിൽ കോൺഗ്രസ് വിമതരടക്കം 16 പേരുടെ പിന്തുണ മായയ്ക്ക്. റിയാബിനോ ചിരാംകുഴിക്ക് 10 വോട്ട്. പ്രാതിനിധ്യം ഉറപ്പാക്കി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കും. ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ച സർക്കാർ. ആദ്യ ബോർഡിലെ ഒഴിവുകൾ നികത്തിക്കൂടെയെന്ന് സർക്കാരിനോട് കോടതി. തൊടുപുഴ ഇടവെട്ടിയിൽ രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിൽ. തൊടുപുഴ പോലീസിന്റെ പിടിയിലായത് തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസ്, ആഷിഖ്, നിഹാൻ, ആർഷിദ് എന്നിവർ. 18 ഗ്രാം MDMA-യും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെടുത്തു. ഗാലെ ടെസ്റ്റിൽ ഇന്ത്യയുടെ ജയം 4 വിക്കറ്റ് അരികെ. തോൽവി ഒഴിവാക്കാൻ ശ്രീലങ്ക പൊരുതുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് എന്ന നിലയിൽ. പാലായിൽ ഇടതു പിന്തുണയിൽ കോൺഗ്രസ് വിമത ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. 19-ാം വാർഡിൽ നിന്നുള്ള കൗൺസിലർ മായ രാഹുലാണ് 16 വോട്ടുകളോടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന റിയ ചിരാംകുഴിക്ക് 10 വോട്ടുകളും ലഭിച്ചു. പാലായുടെ പ്രൗഢി വീണ്ടെടുക്കുമെന്ന് പുതിയ ചെയർപേഴ്സൺ മായ രാഹുൽ പറഞ്ഞു. വിവേചനമില്ലാതെ ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. പാലാ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട മായ രാഹുൽ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. എല്ലാവരും സഹകരിച്ച് തന്നെ പാലയെ അതിൻ്റെ ഒരു പഴയ പ്രൗഢിയിലോട്ട് തന്നെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. മാറി നിന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും മാനസികമായിട്ട് നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ടേമിൻ്റെ കാര്യമൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പം തൽക്കാലം ഞാൻ എലക്റ്റഡ് ആയി എന്നുള്ളതിനപ്പുറം വേറെ ഒന്നും ആയിട്ടില്ല. അല്ല, അർഹത എന്ന് പറഞ്ഞാൽ അന്ന് 13 ആയപ്പം ഞാനായിരുന്നു ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ. അതുകൊണ്ട് അങ്ങനെ ഒരു അർഹത ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഒടുവിൽ മായ രാഹുൽ പാലാ നഗരസഭാ അധ്യക്ഷ. ഇടതുമുന്നണി ഒപ്പം കോൺഗ്രസ് വിമതരും ചേർന്നാണ് പിന്തുണച്ചിട്ടുള്ളത്. അങ്ങനെ ഭരണം പിടിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമ്പിളി, തീർച്ചയായും പാലായിൽ അങ്ങനെ അനിശ്ചിതത്വങ്ങൾ നീങ്ങി പാലാ നഗരസഭാ ചെയർപേഴ്സണായി മായ രാഹുൽ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 6 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മായ രാഹുൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം ഇപ്പോൾ നിലവിൽ ഒരു ഉപാധ്യക്ഷ സ്ഥാനത്തിൻ്റെ ഒരു ഒഴിവ് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും പുതിയ ഭരണസമിതി ചുമതല ഏൽക്കുമ്പോൾ നീതിയോടുകൂടിയും പാലായുടെ പ്രൗഢി വീണ്ടെടുക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് പുതിയ ചെയർപേഴ്സൺ മായ രാഹുൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളൊന്നും ഇന്ന് പാലാ സാക്ഷ്യം വഹിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം വിമത വിഭാഗത്തിൽ നിന്നും ലിസിക്കുട്ടി മാത്യു എന്ന കൗൺസിലർ തിരികെ UDF-ന്
പിന്തുണ പ്രഖ്യാപിച്ച് പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞിരുന്നു. ഏതായാലും LDF-ലെ തന്നെ അസന്തുഷ്ടരെ ഒപ്പം ചേർത്തുകൊണ്ട് വീണ്ടും UDF തന്നെ അധികാരത്തിൽ വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. UDF-ന്റെ ഔദ്യോഗിക ചെയർപേഴ്സൺ അധ്യക്ഷയായി മത്സരിച്ച റിയ ചീരാങ്കുഴിക്ക് ലഭിച്ചത് 10 വോട്ടുകൾ മാത്രമാണ്. മായ രാഹുലിന് 16 വോട്ടുകളും ലഭിച്ചു. ഏതായാലും അവസാനം ഇതിനൊടുവിൽ തെരഞ്ഞെടുപ്പിന് ഒടുവിൽ വിജയം ഏതായാലും ഇടതുപക്ഷത്തിനൊപ്പമാണ്. കേരള കോൺഗ്രസിനും ഇതിൽ അഭിമാനകരമായ നേട്ടമുണ്ട് എന്ന് തന്നെ പറയാം. കാരണം 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് എമ്മിന് പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ പങ്കാളിത്തമുള്ള ഒരു മുന്നണി അധികാരത്തിലേക്ക് വരുന്നു. പുതുതായി നഗരവികസന മുന്നണി എന്ന രീതിയിലാവും ഇനി പാലായിൽ ഭരണം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇടതുപക്ഷം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇനി ഒരു ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് കൂടി നടക്കേണ്ടതുണ്ട്. അതിലേക്ക് എത്തരത്തിലുള്ള ധാരണകളാവും ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ലെന്നും ഇടതുപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇനി വരും നാളുകളിൽ എന്തൊക്കെ നീക്കങ്ങളാവും ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. അതേസമയം UDF വ്യക്തമാക്കുന്നത് നിയമ നടപടികളുമായി കോൺഗ്രസിനും UDF-നും എതിരെ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും. ശരി, മായ രാഹുൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ. ഇടതുമുന്നണിയും അതുപോലെ തന്നെ കോൺഗ്രസിലെ വിമതരും മായ രാഹുലിന് വോട്ട് ചെയ്തു. 26-അംഗ കൗൺസിൽ 16 പേരാണ് വോട്ട് ചെയ്തത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ജോസഫ്. UDF വിമതരും ഇടതുപക്ഷവും ചേർന്ന് നഗരവികസന മുന്നണി എന്ന നിലയിൽ പാലായിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു പാലപ്പൂടവൻ വ്യക്തമാക്കി. നഗരസഭാ മുന്നണി കൺവീനറായി തന്നെ തെരഞ്ഞെടുത്തെന്നും പാലായുടെ അഭിമാനം വീണ്ടെടുക്കുമെന്നും ബിജു പാലുപ്പടവൻ പറഞ്ഞു. അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങൾ സംബന്ധിച്ച് നിലവിൽ എന്തെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും ബിജു പാലുപ്പടവൻ കൂട്ടിച്ചേർത്തു. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 10-40 വർഷക്കാലം കേരള കോൺഗ്രസ് എമ്മാണ് പാലായി ഭരിച്ചത്. ആ പാലായുടെ ഒരു പാരമ്പര്യം നഷ്ടപ്പെട്ടിരുന്നു. ആ പാരമ്പര്യം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഇനി നീതിക്ക് വേണ്ടിയാണ് 16 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വിജയിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഇത് നഗരവികസന മുന്നണി എന്ന പേരിലായിരിക്കും ഇത് അറിയപ്പെടുക. നഗരവികസന മുന്നണിയുടെ കൺവീനറായിട്ട് ഏകണ്ഠമായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചും സഹകരണത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും മുന്നോട്ട് പോകുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസ് കൗൺസിലറെ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഇന്ന് പാലായിൽ ഈ അവസ്ഥ നേരിടേണ്ടി വരില്ലായിരുന്നുവെന്ന് കോൺഗ്രസ് വിമത കൗൺസിലർ ബിജു മാത്യൂസ് അമൃത ന്യൂസിനോട് പറഞ്ഞു. DCC പ്രസിഡന്റും MP-യും പാലായിലെ MLA-യും ഇനിയെങ്കിലും പാലായിലെ കോൺഗ്രസ്കാരുടെ വികാരം മനസ്സിലാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ച് ആദ്യ ടൈമിൽ തന്നെ കോൺഗ്രസിന് ഒരു അർഹതപ്പെട്ടതും തരാതെ പോയിക്കൊണ്ടാണ് ഇവിടെ സെറ്റിൽമെൻ്റ് ഉണ്ടായത്. ഈ റിയ ചിരാങ്കുഴിയോ ഏതെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളെയോ ഇങ്ങനെ ഞങ്ങളൊരു പുറത്താക്കാതെ നിന്നുകൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാലായിൽ ഇന്ന് നേരെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ആൾ പാലായുടെ ചെയർപേഴ്സണായി വരുമായിരുന്നു. അതിനെയാണ് ഇവിടെ ഈ നാട്ടകം സുരേഷും ബിനുവും കൂടി ഒത്തുകളിച്ചുകൊണ്ട് ഈ സ്ഥിതിയിൽ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന സമീപനമാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെയുള്ള നടപടി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഉണ്ടായത്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അമ്പരന്ന് CPM. വീണയുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നീക്കം ED-യുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാനും സാധ്യത തെളിയുകയാണ്. 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണ് നടന്നിട്ടുള്ളതെന്ന് CPM-ഉം വീണ തൈക്കണ്ടിയും ആവർത്തിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളെ അങ്ങനെ നിസ്സാരമായി കാണാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറല്ല. കുറെ കൂടി കരുതലോടെ ശക്തമായ നീക്കങ്ങളാണ് ED-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എക്സാലോജിക്കിന് CMRL-ന്റെ കരാർ ലഭിക്കാൻ ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ED സംശയിക്കുന്നു. വീണ തന്റെ ബന്ധുബലം അതിനായി ഉപയോഗിച്ചോ എന്നും ED പരിശോധിക്കുന്നു. മുൻപ് നടന്ന പരിശോധനയിൽ ലഭിച്ച ഡയറിയിൽ നിന്നാണ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ നേരിട്ടും അല്ലാതെയും നിരവധി പേർക്ക് ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണയുടെ ഭർത്താവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിലേക്കും ഇരുവരുടെയും സുഹൃത്തുക്കളിലേക്കും അന്വേഷണം എത്തി നിൽക്കുന്നത്. റിയാസ് ഉൾപ്പെടെയുള്ള ഉന്നതരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്നാണ് ED കരുതുന്നത്. അതിനു മുൻപായി പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഇന്നലെ റെയ്ഡിൽ കണ്ടെത്തിയ വിവരങ്ങൾ ക്രോഡീകരിച്ചായിരിക്കും അടുത്ത നീക്കം. സർക്കാർ മാറിയതുകൊണ്ട് തന്നെ നീക്കങ്ങൾ കുറെ കൂടി ശക്തമാക്കാൻ കഴിയുമെന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. കരാറുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളെ ED ഇതിനോടകം ചോദ്യം ചെയ്തിട്ടുണ്ട്. മറ്റ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് ഇനി അന്വേഷണ സംഘത്തിന് ലഭിക്കാനുള്ളത്. അതുകൊണ്ടുകൂടിയാണ് വ്യാപകമായ പരിശോധന ED ആരംഭിച്ചത്. അതേസമയം കൂടുതൽ പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ടെങ്കിലും സംയമനത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കൊച്ചി.
ED റെയ്ഡിലൂടെ CPM-നെ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണെന്നും പാർട്ടി ശക്തമായി പ്രതിരോധിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തിക്കാനാണ് ED-യുടെ ശ്രമം. ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യത്തിൽ അന്വേഷണം നടത്തി വസ്തുതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മാസപ്പടി കേസിൽ നിയമവിരുദ്ധമായി ED-ക്കൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് മുഹമ്മദ് റിയാസ് MLA. കേസുമായി ബന്ധമില്ലാത്ത തന്റെ സുഹൃത്തുക്കളെ റെയ്ഡിന്റെ ഭാഗമായി ചോദ്യം ചെയ്തു. അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുമ്പ് തന്നെ കോളേജ് പഠനകാലം മുതൽക്കും അതിനു മുമ്പ് തന്നെ പരിചയമുള്ള സുഹൃത്തുക്കളുടെ കുടുംബ സുഹൃത്തുക്കളുടെ വീടുകളിലും ഓഫീസിലുമൊക്കെ ED രാവിലെ മുതൽ രാത്രി വരെ റെയ്ഡ് ചെയ്ത് അവരെയൊക്കെ ചോദ്യം ചെയ്ത വിവരം നിങ്ങൾക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിനു മുമ്പ് നിയമാനുസൃതമായി ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ വീണ കരാർ പ്രകാരം സേവനം നൽകി അക്കൗണ്ടിലൂടെ പണം വാങ്ങിയ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതിനോട് പൊതുവെ നിയമപരമായി നേരിടാനുള്ള തീരുമാനം കൈക്കൊണ്ടതിൻ്റെ ഭാഗമായി പ്രതികരിച്ചിട്ടില്ല. കാരണം നിയമപരമായി നേരിടുന്ന ഒരു വിഷയത്തിൽ കയറി ഓരോ കാര്യങ്ങളിലും ഓരോ വരുന്ന വാർത്തകളിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല നമുക്കറിയാം. അതുകൊണ്ട് പ്രതികരിച്ചിരുന്നില്ല. അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയ പണം സേവനം നൽകിയെന്ന് നൽകിയവരും പറഞ്ഞു, സേവനം കൊടുത്തവരും പറഞ്ഞൊരു വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് പോയി. അതിനുശേഷം റെയ്ഡുകൾ നടന്നു. CPM ശക്തമായി തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഇന്നലെ നടന്ന റെയ്ഡിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ഒക്കെ ശക്തമായ പ്രതികരണമാണ് നടത്തുന്നത്. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തുന്നു. ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോവുകയാണെങ്കിൽ CPM അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ രാഷ്ട്രീയമായി നിയമപരമായി നേരിടാൻ തന്നെയല്ലേ തയ്യാറെടുക്കുന്നത്? തീർച്ചയായും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമാക്കുകയാണ്. വീണയടക്കം കുറച്ച് നാളുകൾക്ക് മുൻപ് വീണയടക്കം കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. ഇത് ഈ വലിയ റെയ്ഡ് നടക്കുന്നത് നേരത്തെ 7 ഇടങ്ങളിൽ ഒറ്റയടിക്ക് റെയ്ഡ് നടന്നിരുന്നു. അങ്ങനെ ഈ ഒറ്റയടിക്ക് പലയിടങ്ങളിൽ ഒരുമിച്ച് റെയ്ഡ് നടക്കുന്നത് ഇത് 2ാം തവണയാണ്. അതായത് വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. അത് വീണയിലോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിലോ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റാളുകളിലേക്ക് കൂടി ഇത് കൃത്യമായിട്ട് ഈ അന്വേഷണം പോകുന്നു എന്നതാണ് ഇതുവരെ ED-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നീക്കങ്ങളിലൂടെ മനസ്സിലാകുന്നത്. ഈ വീണയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഡയറിയിൽ പരാമർശിച്ചിട്ടുള്ള ആളുകളുടെ വീടുകളിലും മറ്റുമാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നിട്ടുള്ളത്. പക്ഷേ ഈ റെയ്ഡിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല എന്നാണ് CPM പറയുന്നത്. പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് പറയുന്നത് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ CPM നേതാക്കളെയും അനുയായികളെയും ഒക്കെ ആ പുകമറയ്ക്ക് പിന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും ഒരു സംശയ നിഴലിലാക്കുക എന്നത് മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്ദേശം. അത് രാഷ്ട്രീയമായി വലിയ ദോഷം ചെയ്യും. അതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യം. നേരത്തെ തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിലടക്കം ഔദ്യോഗിക വസതിയിലടക്കം റെയ്ഡ് നടന്ന സന്ദർഭത്തിൽ ED-ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഇനി വലിയ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാട് CPM എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും റെയ്ഡുകൾ പുരോഗമിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം വളരെ കൃത്യമായി പറയുന്ന ഒരു ഇത് നമ്മൾ ഇന്ന് കണ്ടു. അതായത് വീണ്ടും വളരെ ശക്തമായിട്ട് തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിനെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എത്തുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. നേരത്തെ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതായിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ഒരു നിലപാട്. എങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു ഘട്ടത്തിലുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ വളരെ നിർണായകമാണ്.
ശരി, എന്തായാലും ഈ വിഷയത്തിൽ CPM ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ നേരിടും. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റും അവരുടെ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും AT അശ്വതി. മറ്റു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കും. ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് അറിയിച്ചു. വിവിധ മുസ്ലിം വിഭാഗങ്ങളെക്കുറിച്ച് പരിശോധിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നു. രാജേഷ്, ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സർക്കാർ വിശദമായ വിശദീകരണം ഹൈക്കോടതിയിൽ നൽകുമെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. ആ രീതിയിൽ എന്തെല്ലാമാണ് അറിയിച്ചിട്ടുള്ളത്? ഒപ്പം തന്നെ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാനാണോ സർക്കാരിന്റെ തീരുമാനം? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്നതിലുപരി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പുനഃസംഘടിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഈ കാര്യത്തിൽ ഇത് സങ്കീർണമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് ഹൈക്കോടതി അറിയിച്ചത്. ഇക്കാര്യത്തിൽ നിയമപരമായ നടപടിയെടുക്കും. ആ നിയമപരമായ രീതിയിൽ തന്നെ പുനഃസംഘടിപ്പിക്കും. എന്നാൽ അത് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം 2 അമുസ്ലിം അംഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കും എന്നുള്ളതാണ്. ഈ 2 അംഗങ്ങളെ നിയമം അനുശാസിക്കുന്ന പോലെ 2 അംഗങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് മുൻപുള്ള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഹൈക്കോടതി മരവിപ്പിച്ചതും പിന്നീട് ബോർഡ് തന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും അതിന് താൽക്കാലികമായിട്ട് ഒരു നയപരമായ തീരുമാനങ്ങൾ എടുക്കരുതെന്നുള്ള ഉത്തരവിൽ ഹൈക്കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് കേസ് തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിനും മറ്റൊരു നിലപാടെടുക്കാൻ സാധ്യമല്ല. നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് 2 അമുസ്ലിം അംഗങ്ങൾ അതിൽ വേണമെന്നുള്ളതാണ്. അതനുസരിച്ച് നിയമം അനുസരിച്ച് തന്നെ അത് പുനഃസംഘടിപ്പിക്കും എന്നാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിലായി. തൊടുപുഴ ഇടവെട്ടിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഇവരിൽ നിന്ന് 18.18 ഗ്രാം MDMA-യും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെടുത്തു. തെക്ക് ഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസ്, ആഷിഖ് നിഹാൻ, ആർഷിദ് എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് TS ഷിയാസ്. വിഴിഞ്ഞത്ത് താൻ പങ്കെടുക്കാത്തത് മുൻകൂട്ടി നിശ്ചയിച്ച മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നതിനാലെന്ന് വി മുരളീധരൻ MLA. കേന്ദ്രമന്ത്രി പങ്കെടുക്കാത്തത് വന്ദേമാതരം വിവാദം കൊണ്ടാണോ എന്നറിയില്ലെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. K. സുരേന്ദ്രന് ദേശീയ സെക്രട്ടറി സ്ഥാനം നൽകിയതിൽ കേരള BJPക്ക് സന്തോഷം. പുതിയ നേതൃത്വം വരുമ്പോൾ ചില നേതാക്കളൊക്കെ ഒഴിയും, പുതിയ നേതാക്കളെ കൊണ്ടുവരും. അത് പാർട്ടി നയമാണ്. PC ജോർജിന്റെ വെളിപ്പെടുത്തൽ താൻ കേട്ടിട്ടില്ല. ഫണ്ട് വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും വി മുരളീധരൻ ഡൽഹിയിൽ പ്രതികരിച്ചു. ഒരു സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ. അതിലെല്ലാ തവണയും ഭാരവാഹികളായിട്ട് പുതിയ ആൾക്കാർ വരും. അതിൽ ഈ തവണ ശ്രീ K. സുരേന്ദ്രൻ കേരളത്തിൽ നിന്ന് പുതുതായിട്ട് ദേശീയ ഭാരവാഹിയായിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് മുഴുവൻ തന്നെ ഏറ്റവും സന്തോഷം തരുന്ന, ഏറ്റവും ആവേശം തരുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് കേരള BJPക്ക് വരാനിരിക്കുന്ന കാലത്ത് വലിയൊരു കുതിപ്പുണ്ടാക്കുന്നതിന് കാരണമായിട്ട് മാറും. KPCC അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നു. UDF അധികാരത്തിലെത്തി 3 മാസം പിന്നിട്ടിട്ടും പാർട്ടി അധ്യക്ഷനെ കണ്ടെത്താനാകാത്തതിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ന് ഡൽഹിയിലെത്തുന്ന VD സതീശനുമായും രമേശ് ചെന്നിത്തലയുമായും ഹൈക്കമാൻഡ് വിഷയം ചർച്ച ചെയ്യും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം നേടുന്നതിൽ മുന്നണിക്കുള്ളിലും കടുത്ത അതിർത്തിയുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ അടക്കമുള്ള ക്യാബിനറ്റ് പദവികളിൽ നേതാക്കളെ നിശ്ചയിക്കുന്നതിലും തീരുമാനം വൈകുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും A. അജികുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. സെപ്റ്റംബർ 1 വരെയാണ് വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന സമരത്തിലുണ്ടായ സംഘർഷം അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുന്നതിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. മുൻ സുപ്രീം കോടതി ജഡ്ജിയും വിരമിച്ച പോലീസ് CBI ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി ഉന്നത സമിതി രൂപീകരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. സമിതിയിൽ ആരൊക്കെ ഉൾപ്പെടുത്തണമെന്നതിൽ കോടതി വ്യക്തത വരുത്തിയേക്കും. സംഘർഷവുമായി ബന്ധപ്പെട്ട മുഴുവൻ പരാതികളും പ്രത്യേക സമിതി പരിശോധിക്കും. ഡൽഹിയിൽ CJP സമരത്തിൽ അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഓണപ്പൂ
ഓണപ്പൂക്കളം ഒരുക്കാൻ പ്രാദേശികമായി പൂകൃഷി ഒരുക്കി കൊയിലാണ്ടി പുളിയഞ്ചേരിയിലെ കൃഷിശ്രീ കൂട്ടായ്മ. വിവിധ കൃഷികൾ ചെയ്ത് നാടിന് മാതൃകയായ അധ്യാപകർ ഉൾപ്പെടെയുള്ള 4 പേരാണ് ആദ്യത്തെ ചെണ്ടുമല്ലി കൃഷിയിലും വിജയം കൊയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ഗുണ്ടിൽപേട്ടൊന്നുമല്ല. മലയാളികൾക്ക് അത്തപ്പൂക്കളം ഒരുക്കാൻ നല്ല നാടൻ പൂക്കൾ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇങ്ങ് കൊയിലാണ്ടിയിലെ പുളിയഞ്ചേരിയിലെ കാർഷികശ്രീ എന്ന കർഷക കൂട്ടായ്മയാണ്. ഓണം മുന്നിൽ കണ്ട് ജൂൺ മാസം തന്നെ ആരംഭിച്ച പൂക്കൃഷി പൂത്തുലഞ്ഞതോടെ കൊയിലാണ്ടി കൃഷിശ്രീ കാർഷിക സംഘത്തിലെ അംഗങ്ങൾ ആഹ്ലാദത്തിലാണ്. മണ്ണും പരീക്ഷണവും പാകത്തിനായപ്പോൾ ആദ്യ പൂക്കൃഷിയും വിജയിച്ചു. നിലവിൽ ഓണത്തിനായി ചെണ്ടുമല്ലി വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. ഇത്തവണ ആദ്യമായിട്ടാണ് ഞങ്ങൾ പൂക്കൃഷിയിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷവും പല സ്ഥലത്തും ഇങ്ങനെ കൃഷി നടത്തി വിജയിച്ചു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രചോദനവും അതുപോലെ തന്നെ കൊയിലാണ്ടി നഗരസഭയും കൊയിലാണ്ടി കൃഷിഭവനും നല്ല രീതിയിൽ സഹായിക്കുകയും അതിനാവശ്യമായ തൈകളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. നഗരസഭയിൽ CDS തലത്തിലും വാർഡിലെ ഇങ്ങനെ വ്യക്തികളും ഗ്രൂപ്പുകളും ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട തൈകളും വളങ്ങളാണ് കൃഷിഭവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിൽ തന്നെ ഒരു 10ഓളം കേന്ദ്രങ്ങളിൽ ചെണ്ടുമല്ലി കൃഷി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃഷിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് കൊയിലാണ്ടി പുളിയഞ്ചേരിയിലെ കൃഷിശ്രീ കാർഷിക സംഘത്തിലെ 9 അംഗങ്ങളെ മണ്ണിൽ പൊന്നു വിളയിക്കാൻ പ്രേരിപ്പിച്ചത്. അധ്യാപകരായ രാജഗോപാൽ, പ്രമോദ്, ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന ഷിജു VP, ഹരീഷ് എന്നീ 4 പേരാണ് കൃഷിയിലേക്ക് സജീവമായി ഇറങ്ങിയത്. ഔഷധ നെല്ലും പച്ചക്കറികളുമായി 8 വർഷമായി 7ാം വാർഡിലിവർ കൃഷിയിൽ വിജയഗാഥ കൊയ്യുകയാണ്. ഓണപ്പൂക്കളം ഒരുക്കാൻ ഇതര സംസ്ഥാനത്തു നിന്നും പൂക്കൾ വരുത്തുന്നത് മലയാളികളുടെ ഒരു പതിവാണ്. ഇത്തവണ കൊയിലാണ്ടിക്കാർ ആ പതിവ് മാറ്റാനുള്ള ഒരുക്കത്തിലാണ്. കൊയിലാണ്ടിയിലെ പുളിയഞ്ചേരിയിലാണ് ഈ ഒരു കൂട്ടായ്മ, കാർഷിക കൂട്ടായ്മ നിലവിൽ പൂക്കൃഷി ഇറക്കിയിരിക്കുന്നത്. KP ഷൈജിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് വിജയം. ഗാലയിൽ 165 റൺസിനാണ് ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ചത്. ഇന്ത്യ ഉയർത്തിയ 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ലങ്കയ്ക്ക് 206 റൺസ് എടുക്കാനേ കഴിഞ്ഞു. 6 വിക്കറ്റ് വീഴ്ത്തിയ മാനവ് സുതാറാണ് ഇന്ത്യയുടെ വിജയശില്പി. ലോകകപ്പിൽ പുതുമുഖമായി എത്തി വമ്പന്മാരെ വിറപ്പിച്ച് ഫുട്ബോൾ പ്രേമികളുടെ മനം കവർന്ന ക്യാബോ വെർദെ ഇന്ത്യയിൽ കളിച്ചേക്കും. ഇന്ത്യയിൽ സൗഹൃദ മത്സരം കളിക്കാനായി ക്യാബോ വെർദെ ടീമിനെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ക്ഷണിച്ചു. ബ്രസീൽ ടീമിന്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് ക്യാബോ വെർദെയും രാജ്യത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 6 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ കളിക്കുന്നതിനുള്ള സാധ്യതയാണ് ആരാഞ്ഞിട്ടുള്ളത്. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.